എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ ഒരല്പം ഉദാസീനത നരേന്ദ്രമോദി കാണിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും ചുറ്റുപാടും സമൂഹത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. അത്തരത്തിലൊരു വിശകലനത്തിലേക്കാണ് പോകുന്നത്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് അത് എത്രത്തോളം രാജ്യത്തിന് ഭീഷണിയാണ് എന്നുള്ളത് ഇതിനോടകം തന്നെ പല സംഭവ വികാസങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും US സർക്കാരും ചേർന്ന് പരിപോഷിപ്പിക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. മണിപ്പൂരിനെ ശുദ്ധീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് തന്നെയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. അവിടെ വിഘടനവാദികളുണ്ട്. ആ വിഘടനവാദികൾക്ക് ലഭിക്കുന്ന ആയുധങ്ങൾ പരിശോധിച്ചാൽ അത് മിലിറ്ററി ഗ്രേഡിൽപ്പെട്ട ആയുധങ്ങളാണ്. തന്നെയുമല്ല, ആ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിന് വിദഗ്ധ പരിശീലനമുണ്ട്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായാലും ഒരു സൈനിക കേന്ദ്രം ആക്രമിക്കാനായാലും ഇനി സൈന്യത്തെ തന്നെ ആക്രമിക്കാനുമായിക്കോട്ടെ, ഈ വിഘടനവാദികൾക്ക് മടിയില്ലാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും അതുതന്നെയാണ്. ശക്തമായ ആയുധങ്ങളും അതിനൊപ്പം ആ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള അതിതീവ്രമായ പരിശീലനവും അവർക്ക് ലഭിക്കുന്നു എന്നതാണ്. കൊൽക്കത്തയിൽ വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്ത CIA ഏജന്റായ മാത്യു വാൻ ഡൈക്കിന് മണിപ്പൂരിലെ സംഘർഷാവസ്ഥയ്ക്ക് വലിയൊരു പങ്കുണ്ട്. മണിപ്പൂരിലെയും മിസോറാമിലെയും വിഘടനവാദികളെ മ്യാൻമറിൽ പരിശീലിപ്പിക്കാൻ എത്തിയതാണ് ഈ വ്യക്തി. വിഘടനവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നത് മ്യാൻമാറിലാണ്. അതും അമേരിക്കൻ സൈന്യത്തിലോ ഇന്റലിജൻസ് ഏജൻസികളിലോ ഒക്കെ പ്രവർത്തിച്ച് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആയുധങ്ങളും ഡ്രോണുകളും സാറ്റലൈറ്റും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഇവരെ പഠിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരമൊരു പരിശീലനം കിട്ടിയാൽ ആ പരിശീലനത്തിന് ശേഷം ഇവർ മണിപ്പൂരിൽ ചെറിയ സംഘങ്ങളായി ചേർന്നെത്തുന്നു. അവിടെ കലാപം ഉണ്ടാക്കുന്നു. സൈന്യത്തെ വരെ ആക്രമിക്കാൻ ശേഷിയുള്ളവരായ കലാപകാരികൾ അവർ രാജ്യത്തിന് എത്രത്തോളം അപകടകാരികളാണ് എന്നുള്ളത് വെറുതെ നമ്മൾ പറയേണ്ട കാര്യമല്ല. ഇവർ പിന്നണി നിൽക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളാണ്. അത് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു നിസ്സഹായ അവസ്ഥയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്നില്ലാത്തി വിശൽ വെടിയുതിർത്താൽ സ്ത്രീകളെ കൂട്ടക്കുരുതി ചെയ്തു എന്ന് പറഞ്ഞ് ചാടി വീഴാൻ ഡീപ് സ്റ്റേറ്റ് വെള്ളവും വളവും കൊടുത്തു വളർത്തുന്ന മാധ്യമങ്ങളുണ്ട് അവിടെ, NGO സംഘടനകളുണ്ട് അവിടെ. സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞ് വിദേശത്തു നിന്നും കോടികളുടെ ഫണ്ട് വാങ്ങി അവിടെ നടത്തുന്നത് മതപരിവർത്തനവും സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കലുമാണ് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയാണ്. മതപരിവർത്തന ലോബി അവിടെ സജീവമാണ്. അവരുടെ ശൃംഖല സജീവമാണ് എന്ന് മാത്രമല്ല വളരെയധികം ശക്തമായി അവിടെ തുടരുകയും ചെയ്യുന്നു. അവർക്കെതിരെ ഒരു നടപടിയെടുത്താൽ അവിടെ ഉയരും ന്യൂനപക്ഷ പീഡനം എന്ന വാക്ക്. അവിടെ ന്യൂനപക്ഷവും കോൺഗ്രസും കമ്മികളും ഒരുപോലെ മുന്നോട്ട് വരും. അവിടെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ കലാപം പടരാതിരിക്കാൻ സർക്കാർ ഉടനെ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് ഇന്റർനെറ്റ് നിരോധിക്കുക എന്നതാണ്. പക്ഷെ അവരുടെ കയ്യിൽ ഈ ഇന്റർനെറ്റ് നിരോധിച്ചാലും വിഘടനവാദികളുടെ കയ്യിൽ, ആ സംഘങ്ങളുടെ കയ്യിൽ സാറ്റലൈറ്റ് ഫോണായ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് അപവാദ പ്രചരണങ്ങളും പ്രകോപനങ്ങളും തുടരാനുള്ള സംവിധാനമുണ്ട്. മണിപ്പൂരിലെ കുക്കി ചിൻ ഗ്രൂപ്പുകൾക്ക് ക്രിസ്ത്യൻ പള്ളി സമിതികളുടെയും ബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ശക്തമായ പിന്തുണയുണ്ട് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. മണിപ്പൂർ ഉൾപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ രാജ്യം പുതുതായി ഉണ്ടാക്കുക എന്നത് തന്നെയാണ് US ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട. മോദിയെ ഭരണത്തിൽ നിന്ന് ഇറക്കുക എന്നതിനോടൊപ്പം വളരെ ശക്തമായി US ഡീപ് സ്റ്റേറ്റ് കൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേക അജണ്ട തന്നെയാണ് മണിപ്പൂർ. അതിൽ മ്യാൻമാറിന്റെയും ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ രാജ്യം എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് US സൈനിക കേന്ദ്രമാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ അമേരിക്കയിലെ ചില ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അതിന് എതിര് നിന്നതുകൊണ്ട് അത് നടന്നില്ല. പക്ഷെ അധികം വൈകാതെ അവർ സ്ഥാനഭ്രഷ്ടയായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം ഡീപ് സ്റ്റേറ്റിന്റെ കളികൾ എന്നത് തന്നെയാണ്. മണിപ്പൂരിന്റെ ഒരു ഭാഗം പോകാതിരിക്കുന്നതിന്റെ ഭാഗമായി മ്യാൻമാറിനും മണിപ്പൂരിനും ഇടയിൽ ഒരു അതിർത്തി ഉണ്ടാക്കുക എന്ന പ്രവർത്തനം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ മോദി പോകാതിരിക്കുന്നത് അവിടെയുള്ള ഈ സങ്കീർണതകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. വളരെ താമസിയാതെ തന്നെ മണിപ്പൂരിന്റെ മേൽ ബാധിച്ചിരിക്കുന്ന ഈ അദൃശ്യ ചങ്ങലകൾ നരേന്ദ്രമോദി സർക്കാർ അഴിച്ചു മാറ്റും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം ഡീപ് സ്റ്റേറ്റിന്റെ കളികളും രാഹുൽ ഗാന്ധിയുടെ കളികളുമൊന്നും ഭാരതത്തിൽ നരേന്ദ്രമോദിയോട് ഇതുവരെ ചെലവായിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമാസ്.